എരഞ്ഞോളി സ്ഫോടനത്തിൽ CPM സംഘങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം. കഴിഞ്ഞ ദിവസം കുണ്ടുചിറയിലെയും കുടക്കളത്തെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഫെലിക്സ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, നിരപരാധികൾ വഴിയിൽ കിടന്ന് ബോംബ് പൊട്ടി മരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു നിയമ സംവിധാനത്തിന് കണ്ണടച്ചു നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിൽ നടപടി വേണം, അന്വേഷണം വേണം എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പോലീസ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മാധു, നേരത്തെയും സമാനമായ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്നപ്പോൾ ഒരിക്കലും ഇതിലാരാണ് ഈ ബോംബ് നിർമ്മിച്ചതെന്നോ ബോംബ് കൊണ്ട് സൂക്ഷിച്ചെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 6 മാസം മുമ്പാണ് പാട്യം പത്തായക്കുന്നിൽ സമാനമായ രീതിയിൽ ആക്രി പറക്കാനെത്തിയ ഒരാൾ ഇത്തരത്തിൽ ബോംബ് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിക്കടക്കം പരിക്കേറ്റു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ സംഭവത്തിൽ എന്തായിരിക്കും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുക എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പ്രദേശത്ത് മാർച്ച് മാസത്തിലാണ് സംഘർഷം ആരംഭിക്കുന്നത്. മാർച്ച് മാസം കുണ്ടുചിറയിലെ ഒരു ഉത്സവം നടന്നു. ആ ഉത്സവത്തിൽ കുടക്കളത്തെ ചിലർ അവിടെ എത്തി. ഇത് രണ്ടും CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, പാട്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ചെറിയ ഉന്തും തള്ളും വന്നുണ്ടായി. അതിന് പിന്നാലെ ഈ കുടക്കളത്തെ സംഘം ഈ പറയുന്ന കുണ്ടുചിറയിലെത്തി അവിടെ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തൊട്ടു പിന്നാലെ ഈ കുണ്ടുചിറയിലെ സംഘം തിരികെ എത്തി ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് കുടക്കളത്തെ സംഘത്തിന് മനസ്സിലായി. അങ്ങനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഈ കുടക്കളത്തെ ഈ ബോംബ് സ്ഫോടനം നടന്ന വീടും അതിൻ്റെ പറമ്പും, ഈ സ്ഥലത്ത് നമുക്കറിയാം 4 വർഷമായി ആൾതാമസമൊന്നുമില്ലാത്ത സ്ഥലവും പറമ്പുമാണ്. അപ്പോൾ ഇവിടെ ഇവർ തമ്പടിച്ചു എന്ന സംശയമാണ് പോലീസിനുള്ളത്. റോട്ടിലേക്ക് വേഗം എത്താൻ പറ്റിയ ഒരു വീടാണത്. മാത്രമല്ല അവിടെ അത്ര പെട്ടെന്ന് ആളുകൾക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാനും കഴിയില്ല. അപ്പോൾ ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഈ സംഘം തമ്പടിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിന് പിന്നാലെ ഈ ബോംബ് കണ്ടെടുക്കുന്നു എന്നത് പോലീസ് ഈ രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശ്നം പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ഈ സംഘർഷമൊക്കെ തന്നെ നടന്നതിന് തൊട്ടു പിന്നാലെ CPM ജില്ലാ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതൊക്കെ തന്നെ പരിഹരിച്ചു എന്ന വിവരവും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ CPM അക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറയുന്നത് ഇത് കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള മേഖലയാണ്, വിശദമായ അന്വേഷണം വേണം, പാർട്ടി പ്രവർത്തകരെ കേന്ദ്രീകരിച്ചല്ല അന്വേഷണം നടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ. CPM അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ പ്രഖ്യാപനത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? CPM ഇതുമായി സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് ഇവിടെ പാർട്ടിക്ക് മാത്രമല്ല, CPMന് മാത്രമല്ല മറ്റ് കക്ഷികൾക്കും ശക്തിയുള്ള ഇടങ്ങളാണ് എന്നതാണ്. പക്ഷേ നമുക്ക് അവിടെ എത്തിയാൽ മനസ്സിലാകും ഈ കുടക്കളം എന്ന സ്ഥലം, ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലവും വീടുമൊക്കെ തന്നെ CPMന്റെ ശക്തി കേന്ദ്രമാണ്. അതിന് തൊട്ട് അപ്പുറത്തായി BJPയുടെ ശക്തി കേന്ദ്രമുണ്ട്. BJPയും CPM തമ്മിൽ സംഘർഷമൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നതാണ്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അവരുടെ അന്വേഷണം ഈ ബോംബ് ഇവിടെ കൊണ്ടുവച്ചു, ആരാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുടക്കളം പോലെ CPMന്റെ ശക്തി കേന്ദ്രത്തിൽ ബോംബ് കൊണ്ടുവച്ചു എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷവും അതിന് പിന്നാലെ സംഭവിച്ചതാകാം എന്ന സംശയത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചോളം ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല തുടർച്ചയായി CPM ബോംബുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാവുന്നുണ്ട്. കണ്ണൂരിൽ നമുക്കറിയാം പാനൂരിലെ ബോംബ് സ്ഫോടനം, അതിന് പിന്നാലെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ച സംഭവം. അങ്ങനെ ഇതിലൊക്കെ തന്നെ പ്രതിരോധത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും CPM ഇതിൽ ഒരു സമഗ്ര അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിലാകുമ്പോൾ അതിനെ തടയിടേണ്ടതുണ്ട്. അതുതന്നെയാണ് CPMന്റെ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇതിൽ അന്വേഷണം നടത്തുന്നത് മാത്രമല്ല, ഈ ഒഴിഞ്ഞ വീടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് പലയിടങ്ങളിൽ. പക്ഷേ നമുക്കറിയാം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരാഴ്ച മുമ്പാണ് ന്യൂമാഹിയിൽ, അതായത് തലശ്ശേരിക്ക് അപ്പുറത്താണ് ന്യൂമാഹി, കേരളത്തിൻ്റെ ഭാഗമാണ്, കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. അവിടെ ഇത്തരത്തിൽ ബോംബ് സ്ഫോടനവും ബോംബേറും ഒക്കെ നടന്നിരുന്നു. അവിടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മേഖലയിലൊക്കെ തന്നെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോംബ് നിർമ്മാണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതാണ്. അവിടേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ പോലീസിന് കഴിയുന്നുണ്ടെങ്കിൽ കൂടി പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യം ഫെലിക്സ് പറഞ്ഞു. ഒരു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. എത്രത്തോളം ഗുരുതരമായ സാഹചര്യങ്ങളാണ് അതുണ്ടാക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തുടർന്ന് വലിയ തോതിൽ പരിശോധന, പോലീസ് ഇറങ്ങിയുള്ള പരിശോധന, പെട്രോളിംഗ് ഒക്കെ നടക്കുന്നു എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനിടയിൽ ബോംബ് കണ്ടെത്തുന്നത്, പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഐസ്ക്രീം ബോംബ് പൊട്ടുന്നത്, ഇപ്പൊ എരഞ്ഞോളിയിൽ ഒരു വൃദ്ധൻ ഒരു ന്യായവുമില്ലാത്ത മരണത്തിന് ഇരയാകുന്നത്. അപ്പൊ എന്ത് തരത്തിലുള്ള പരിശോധനയും ജാഗ്രതാ സംവിധാനവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കേണ്ടത്?
മാധു, അതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിയുടെ, അതിപ്പം BJP ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഈ പാർട്ടികളുടെ ശക്തി കേന്ദ്രത്തിൽ ചെന്ന് പരിശോധന നടത്തുക എന്നൊക്കെ പറയുന്നത് പോലീസ് അങ്ങനെ അതിൽ പോലീസിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന് ഒരുപക്ഷെ അറിയാം ഇത്തരം ഇടങ്ങളിൽ ഒരുപക്ഷെ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് പോലീസിന് അറിയാമായിരിക്കും. പക്ഷേ അവിടെ എത്തി ഇത് കണ്ടുപിടിക്കുക, അവിടേക്ക് എത്തുന്ന സമയത്ത് അത് അവിടെ നിന്ന് മാറ്റപ്പെടാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരമുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ 6 മാസം മുമ്പാണ് പാട്യം പത്തായക്കുന്നിൽ, അതും അവിടെ ഇത്തരത്തിൽ, അതും CPM-ന്റെ ശക്തി കേന്ദ്രമാണ്, അവിടെ ഇത്തരത്തിൽ ആക്രി പെറുക്കി കൊണ്ടുവന്ന ഒരു ആൾ അത് തുറന്നു നോക്കുമ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, കുട്ടികൾക്കടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ആ ബോംബ് എവിടെ നിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ ആ ബോംബ് ആര് നിർമ്മിച്ചുവെന്നോ ആരവിടെ സൂക്ഷിച്ചുവെന്നോ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംവിധാനങ്ങൾ കഴിയുന്നില്ല. മാത്രമല്ല ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ പോലും അതൊക്കെ തന്നെ തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മുൻകാല അനുഭവം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസുകളൊക്കെ തന്നെ കൃത്യമായി അത് നിർമ്മിച്ചവരിലേക്കോ അതിൽ ശരിയായ യഥാർത്ഥ പ്രതികളിലേക്കോ എത്തുന്നില്ല എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിനും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എത്തി ഇതൊക്കെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. വിശദാംശങ്ങൾ തന്നെ വേണം. ഞാൻ ഫെലിക്സിലേക്ക് തിരികെ വരാം.